കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ നിന്നായി 19ഓളം പേർ കാണാതായതുമായുള്ള ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് സംസ്ഥാന പോലീസും കേന്ദ്ര സുരക്ഷാ ഏജൻസികളും അന്വേഷണം തുടങ്ങി. കാണാതായവർ അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് നാട് വിട്ടതെന്ന പരാതിയെ തുടർന്നാണ് അന്വേഷണം. കേന്ദ്ര ഏജൻസികളായ റോ, IB എന്നിവയുടെ ഉദ്യോഗസ്ഥർ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയും തൃക്കരിപ്പൂരിൽ കാണാതായവരുടെ ബന്ധുക്കളിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിച്ചു. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കാണാതായവരുടെ ബന്ധുക്കളുടെ പരാതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചതിന് പിന്നാലെ കാസർഗോഡ്, ചന്തേര, പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനുകളിലും പരാതി ലഭിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഉത്തരമേഖല ADGP സുധേഷ് കുമാറിനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം. കാണാതായവരുടെ IS ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടില്ലെന്ന നിലപാടിലാണ് പോലീസ്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് തൃക്കരിപ്പൂർ, പടന്ന പ്രദേശങ്ങളിൽ നിന്ന് കാണാതായവരുടെ വീടുകൾ സന്ദർശിച്ച് ബന്ധുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. പ്രാഥമിക റിപ്പോർട്ട് അദ്ദേഹം അന്വേഷണ മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ബന്ധുക്കൾക്ക് ലഭിച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ മാത്രമാണ് കാണാതായവർക്ക് IS ബന്ധം ഉള്ളതായി സംശയിക്കാവുന്ന തെളിവ്. കാണാതായവർ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. കാണാതായവരിൽ 3 സ്ത്രീകളും 2 പുരുഷന്മാരും മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. സ്ത്രീകളിൽ മരിയ എന്ന മറിയ എറണാകുളം സ്വദേശിനിയും നിമിഷ എന്ന ഫാത്തിമ തിരുവനന്തപുരത്തുകാരിയുമാണ്. പാലക്കാട് നിന്നും മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ച ബെക്സൻ വിൻസെന്റ് എന്ന ഈസയുടെ ഭാര്യയാണ് ഫാത്തിമ. ബെക്സന്റെ സഹോദരൻ യഹിയ എന്ന ബെറ്റ്സന്റെ ഭാര്യയാണ് മറിയ. തൃക്കരിപ്പൂരിൽ നിന്നും എഞ്ചിനീയർ അബ്ദുൾ റഷീദിന്റെ ഭാര്യ സോണിയ സെബാസ്റ്റ്യൻ എന്ന ആയിഷ എറണാകുളം സ്വദേശിനിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിശദാംശങ്ങളുമായി സണ്ണി ഞങ്ങളുടെ പ്രതി കാസർഗോഡ് നിന്നും ചേരുന്നു. സണ്ണി, ഈ തൃക്കരിപ്പൂർ അടക്കമുള്ള മേഖലകളിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരൂഹ സാഹചര്യത്തിലുള്ള തിരോധാനം, അതിൻ്റെ സ്ഥിരീകരണം കേന്ദ്ര ഏജൻസികൾക്കടക്കം ലഭിച്ചുവോ? പ്രാഥമികമായി അന്വേഷണ സംഘം, കേന്ദ്ര സംഘമൊക്കെ നൽകുന്ന സ്ഥിരീകരണം എങ്ങനെയാണ്? കൂടുതൽ ആളുകൾ ഈ മേഖലയിൽ നിന്നും ഈ ഒരു ബന്ധം പുലർത്തി തിരോധാനം ഉണ്ടായതായി വാർത്തകൾ ലഭിക്കുന്നുണ്ടോ? സ്ഥിരീകരണം സംബന്ധിച്ച് പ്രജീഷ്, കേന്ദ്ര ഏജൻസിയായിട്ട് IBക്ക്, അതായത് ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അവർക്ക് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അവരെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും കേന്ദ്ര സർക്കാരിന് കൈമാറിയിരുന്നു. നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആയിരുന്നു. കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പ് തന്നെ, ഇപ്പോൾ പറയുന്ന 18 പേർക്ക് മുമ്പ് തന്നെ 11ഓളം ആളുകൾ ISൽ ചേരുന്നതിന് കേരളത്തിൽ നിന്ന് പുറപ്പെടുകയും, എന്നാൽ അവരെ വഴിക്ക് വെച്ച് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചു എന്നുള്ള വളരെ നിർണായകമായ ഒരു വിവരം നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്തിരുന്നു, പുറത്തു കൊണ്ടുവരുന്നു. അത് IBയുടെ ഭാഗത്തുനിന്ന്, ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നാണ് നമുക്ക് ആധികാരികമായി സംബന്ധിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചത്. അക്കാര്യം അതിനുശേഷമാണ് പിന്നീടുള്ള അന്ന് മുതൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ. നമ്മൾ വേറൊരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ പൊയിനാച്ചി ഡെന്റൽ, കാസർഗോഡ് ജില്ലയിലെ പൊയിനാച്ചി മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ നേരത്തെ തന്നെ മതം മാറ്റി ഇസ്ലാം മതത്തിൽ കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ 2 ഇപ്പോൾ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച 2 സഹോദരന്മാർ, ഈ വിവരം സംസ്ഥാന പോലീസിന്, അതായത് സംസ്ഥാന പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അത് പക്ഷേ ഈ സംബന്ധിച്ചുള്ള habeas corpus ഹർജി ഹൈക്കോടതിയിൽ വരുമ്പോഴൊക്കെ ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന നിലയിൽ എന്തെങ്കിലും തെളിവുകൾ അന്ന് പോലീസിന് ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതായത് ഈസയും അദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദരൻ യഹിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നത് വരെ, ഇവിടെ നിന്ന് കാണാതാകുന്നത് വരെ ഇവർക്ക് തീവ്രവാദി ബന്ധമെന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് സംസ്ഥാന പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗത്തിന് കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിന്റെ പിന്നിൽ തീവ്ര മതവിശ്വാസവും അതിന്റെ സ്വാധീനങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് അറിയാമായിരുന്നു. പക്ഷെ ആ ഒരു വേണ്ടത്തിലുള്ള അലർട്ട് അന്ന് മുതൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതേ സമീപനം കേന്ദ്ര ഏജൻസിയായിട്ടുള്ള IBയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. IBക്കും കുറെ സണ്ണി, ഇവരെ കുറിച്ചുള്ള സ്ഥിരീകരണം കേന്ദ്ര ഏജൻസിക്ക് പലപ്പോഴും പക്ഷേ നിഗമനത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം പലപ്പോഴുമുണ്ട്. ഇവർ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കാണാതായിരിക്കുന്ന ആളുകൾക്ക് വീട്ടുകാരുമായി അവർ ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമുള്ള തെളിവുകൾ, രേഖാമൂലം അല്ലെങ്കിൽ പാസ്പോർട്ട് സംബന്ധിച്ചൊക്കെയുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് സ്ഥിരീകരണത്തിലേക്ക് കടക്കത്തക്ക രീതിയിലുള്ള എന്തൊക്കെ തെളിവുകളാണ് ശേഖരിക്കാൻ പോകുന്നത് ഒരു ടീം എന്ന നിലയിൽ? പ്രജീഷ്, ഇപ്പോൾ ഇത് അന്വേഷണ ഘട്ടത്തിലാണ്. ഇപ്പം നമ്മളെ വാർത്തയിൽ പറയുന്നത് പോലെ ഇവര് പോയ ആളുകളിൽ അഫ്സുദ്ദീൻ എന്ന് പറയുന്ന ഒരു യുവാവ് വീട്ടിലേക്ക് അയച്ച ഒരു വാട്സപ്പ് മെസ്സേജിൽ പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ നാട്ടിലെത്തി,
ഇത് ലോകം പ്രചരിപ്പിക്കുന്ന രീതിയില്ല. ഐഎസ് വളരെ നല്ല ആളുകളാണ്. ആ നിലയിൽ ബന്ധുക്കളെയും കൂടെ അതിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴും ഇതിനോട് താല്പര്യം പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുന്നു എന്ന നിലയിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഐഎസിലേക്ക് ആകർഷിപ്പിക്കാതെ ഇതൊരു വേറൊരു ലോകമാണ്. ഇത് ആരും അടിമകളും ആരും മേലാളന്മാരും ഇല്ലാത്ത ഏറ്റവും നല്ല സുന്ദരമായൊരു ലോകമാണ് എന്ന നിലയിലേക്കുള്ള മെസ്സേജസ് വന്നപ്പോഴാണ് ഈ അപ്രത്യക്ഷമായവർക്കെല്ലാം ഇവിടെ നിന്ന് നാട് വിട്ടവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പോയവർ. കാരണം ഇവരൊക്കെ അടുത്ത ബന്ധങ്ങൾ, ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തവർ, ആ നിലയിലുള്ള ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഐഎസിലേക്ക് പോയി എന്ന നിലയിൽ ഒരു നിഗമനം എത്തിച്ചേരുവാൻ ആധികാരികമായ തെളിവുകൾ ഇപ്പോൾ സത്യത്തിൽ ഒന്നും തന്നെയില്ല. കാരണം അത് തെളിയിക്കാവുന്ന സംവിധാനങ്ങളൊന്നും ഇപ്പോൾ കണ്ടെത്തിയ നിലയിലില്ല. അതേസമയം വാട്സപ്പ് മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ, അതിന്റെ ഉറവിടം, അത് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ അയച്ചതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇവരുടെ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി സൂചിപ്പിച്ച പോലെ ഇവർക്ക് ഐഎസ് ബന്ധം ഉണ്ട് എന്ന് 100% നമുക്ക് ഉറപ്പിച്ചു പറയണമെങ്കിൽ ആധികാരികമായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്, കേന്ദ്ര ഏജൻസികളും. എന്നാൽ ചിലർക്കെങ്കിലും പാസ്പോർട്ട് ഇല്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എങ്ങനെ വിദേശത്തേക്ക്? പക്ഷേ സണ്ണി, അവിടെയാണ് കാരണം ഇവരുടെ മുൻകാല ബന്ധം ഇതിൽ കൂടുതൽ പേരും ഉന്നത വിദ്യാഭ്യാസം ഉള്ള ആളുകളാണ്. ഈ തിരോധാനം അല്ലെങ്കിൽ ഇവരൊക്കെ കാണാതായിരിക്കുന്നവർ, അവരുടെയൊക്കെ പാസ്പോർട്ട് തരപ്പെടുത്തിയ വഴികളൊക്കെ ശരിയായ ദിശകളിൽ തന്നെയായിരുന്നു. മറ്റ് അസ്വാഭാവികതകളോ പൂർവ്വകാല മറ്റ് കേസുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ആളുകൾ. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്, രഹസ്യാന്വേഷണ ഏജൻസിക്കൊക്കെ ദുഷ്കരമായ രീതിയിൽ ഇതിൻ്റെ ഒരു സ്ഥിരീകരണം സംബന്ധിച്ച് ഒരു കാൽവെപ്പിലേക്ക് പോകണമെങ്കിൽ, നിയമതലത്തിൽ നിന്നുള്ള ഒരു ചുവടുവയ്പ് മുന്നോട്ട് അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോകണമെങ്കിൽ വലിയ വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് സ്ഥിരീകരണം സംബന്ധിച്ച്. തീർച്ചയായിട്ടും പ്രജീഷ, ഇത് സംബന്ധിച്ച് ചില ആളുകൾക്ക് പാസ്പോർട്ട് ഇല്ല, യാത്രാരേഖകളില്ല, ഇമിഗ്രേഷൻ രേഖകളില്ല. ഇവരെങ്ങനെയാണ് വിദേശത്തേക്ക് കിടക്കുക, ഒളിച്ചു കിടക്കുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഏറെ പേർക്കും ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ വിസയും ഉൾപ്പെടെയുള്ള പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള യാത്രാരേഖകളുള്ളവരാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ 1-2 വർഷത്തെ പ്രവർത്തനങ്ങൾ, അവരുടെ മൊബൈൽ ഫോൺ യൂസ്, അത് സംബന്ധിച്ചുള്ള രേഖകൾ, ഇവരുടെ കോണ്ടാക്ട്സ്, ഇങ്ങനെയെല്ലാം പരിശോധിച്ച് ഇവർ ഇന്റർനെറ്റ് വഴിയുള്ള അധികവും തീവ്രവാദികളുമായിട്ടുള്ള ബന്ധമെല്ലാം അവരുടെ പ്രത്യേക ഇന്റർനെറ്റ് വഴിയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ്. ഐഎസ് അതിൽ പ്രത്യേകം വിദഗ്ധരായ ആളുകളുടെ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു എഞ്ചിനീയറെ പിടിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളൊക്കെ കേരളത്തില് നമുക്ക് പുതിയ ഒരു അനുഭവമാണെങ്കിലും പക്ഷേ രാജ്യത്ത് മടങ്ങിയെത്താം. ഇപ്പോൾ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ ബുർഹാൻ വാനിയുടെ വധത്തിൽ കശ്മീരിൽ വ്യാപക പ്രതിഷേധം തുടരുന്നു. ശ്രീനഗറിൽ വാർത്തയിലേക്ക് ഇപ്പം ഐഎസിന്റെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് മനുശങ്കർ കൂടി ചേരുകയാണ്. മനു, ഇക്കാര്യം സംബന്ധിച്ച് ഐഎസിന്റെ സ്ഥിരീകരണം സംബന്ധിച്ചൊക്കെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് റോ അടക്കം കേരളത്തിൽ താവളമാക്കിയിരിക്കുന്നു, വലിയ തോതിൽ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ ഇവരെ വിശദാംശങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ പോയിട്ടുണ്ടോ? പ്രാഥമികമായി ലഭിക്കുന്ന സ്ഥിരീകരണം എന്താണ്? പ്രജീഷ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ കാണാതായ 19 പേർക്കും IS ബന്ധമുണ്ട് എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ലഭിച്ചേക്കാവുന്ന തെളിവുകളടങ്ങിയ വിവരങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. നിലവിൽ ISൽ ചേർന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഹഫീസുദ്ദീൻ എന്നയാൾ ശ്രീലങ്കയിൽ എത്തിയെന്നും തുടർന്ന് ഇതിനുശേഷം തുടർ പ്രവർത്തനങ്ങളും ISലേക്കൊക്കെ ബന്ധപ്പെട്ടു എന്നും വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഇയാൾ നേരിട്ട് ശ്രീലങ്കയിലേക്ക് എത്തുകയായിരുന്നില്ല, പകരം മുംബൈയും ഒപ്പം ബംഗളൂരുവിലും, ആദ്യം ബംഗളൂരുവിലെത്തി, ഇതിനുശേഷം മുംബൈയിലെത്തി, ഇതിനുശേഷം മുംബൈയിൽ നാളുകളായി താമസിച്ച് ചില ക്ലാസുകളിലും ചില പഠന കേന്ദ്രങ്ങളിലും മറ്റും ക്ലാസുകൾ ഇയാൾ എടുത്തിരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇയാൾ ശ്രീലങ്കയിലേക്കും മറ്റും പോയി എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മതപണ്ഡിതൻ സാക്കിർ നായിക്കിന്റെ അടക്കമുള്ളവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ
IS പോയതുമായി ബന്ധപ്പെട്ട് 4 പേരെ രഹസ്യാന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ 3 പേർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുമായ ആളുകളുമായിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും തന്നെ വ്യക്തമായത് ഇവരുടെ സംഘത്തിൽ തന്നെ ഒരു മലയാളിയായ ആൾ ഉണ്ടായിരുന്നു എന്നൊരു വെളിപ്പെടുത്തലാണ് ഈ 3 പേർ രഹസ്യാന്വേഷണ ഏജൻസിക്ക് നൽകിയിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണവും അല്പസമയങ്ങൾക്കകം തന്നെ നമുക്ക് നൽകാനാകും. ഇതിൽ വ്യക്തമാക്കുന്നത് ഈ മലയാളി ഹഫീസുദ്ദീൻ തന്നെ ആയിരുന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസിയും ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു വിവരം വ്യക്തമാവുകയാണെങ്കിൽ നിലവിൽ ഇവരുടെ IS ബന്ധം തന്നെ സ്ഥിരീകരിക്കാവുന്ന ഒരു തെളിവാകും ലഭിക്കുക. നിലവിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും അന്വേഷണങ്ങളും രഹസ്യാന്വേഷണ ഏജൻസി നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ വീടുകളിലും മറ്റും എത്തി റോയും മറ്റും ഇതിന്റെ തെളിവുകളും മറ്റും ശേഖരിച്ചിരുന്നു. ഇവരുടെ പാസ്പോർട്ട് വിവരങ്ങളും മറ്റും ശേഖരിച്ചിരുന്നു. ഇതിൽ പലവർക്കും പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമെന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. 4 നമ്പറുകളിൽ നിന്നാണ് ഇവർ നാട്ടിലേക്കും മറ്റും വിളിച്ചിരിക്കുന്നത്. ഈ 4 നമ്പറുകളിൽ നിന്ന് തന്നെയാകട്ടെ 3 നമ്പറുകൾ വിദേശത്ത് നിന്നുള്ളതാണ്. ഇതിൽ ഒരു നമ്പർ സിറിയയിൽ നിന്ന് തന്നെയാണ് എന്നൊരു സ്ഥിരീകരിക്കാത്ത വിവരം ലഭിക്കുന്നുണ്ട്. ഇതുകൂടി വ്യക്തമായാൽ ഒരുപക്ഷെ ഇവർ IS ബന്ധം ഇവരുടെ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ തന്നെ രഹസ്യാന്വേഷണ ഏജൻസി തന്നെ വ്യക്തമാക്കിക്കുമെന്നാണ് അറിയുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയവും ഇടപെടുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരളത്തിലെത്തി ഇത് സംബന്ധിച്ചുള്ള ഇതുവരെയുള്ള കണക്കുകൂട്ടലുകൾ നിഗമനങ്ങളൊക്കെ അനുസരിച്ച് കേന്ദ്ര ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത് എന്താണ്? കേരളത്തിൽ കെട്ടുറപ്പുള്ള സംവിധാനമാണ് IS-നുള്ളത് എന്നതാണോ എന്ന ഒരു നിഗമനത്തിലേക്കാണോ ഇപ്പോൾ NIA അടക്കം റോ അടക്കം ഇന്റലിജൻസ് സംവിധാനം അടക്കം എത്തിയിരിക്കുന്നത്? നിഗമനങ്ങളൊക്കെ അനുസരിച്ച് കേന്ദ്ര ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത് എന്താണ്? കേരളത്തിൽ കെട്ടുറപ്പുള്ള സംവിധാനമാണ് IS-നുള്ളത് എന്നതാണോ എന്ന ഒരു നിഗമനത്തിലേക്കാണോ ഇപ്പോൾ NIA അടക്കം റോ അടക്കം ഇന്റലിജൻസ് സംവിധാനം അടക്കം എത്തിയിരിക്കുന്നത്? പ്രിജീഷ്, എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ മറ്റും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് മലയാളികൾ എത്തപ്പെടുന്നുണ്ട് എന്ന സംശയം നേരത്തെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ കേരള പോലീസ് ഇന്റലിജൻസ് വിഭാഗത്തിനും മറ്റും നൽകിയിരുന്നു എന്ന വിവരമാണ് ദില്ലിയിൽ നിന്നും ലഭിക്കുന്നത്. ഇത്തരത്തിലൊരു സംശയം വർഷങ്ങളായി തന്നെ ഇത്തരത്തിലൊരു നിരീക്ഷണവും മറ്റും നടത്തിയിരുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. നിലവിൽ ഈ ഏജൻസികൾക്കും മറ്റും പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കും മറ്റും പോകുന്നതിനായുള്ള പണവും വിദേശ പണവും മറ്റും എത്തുന്നത് സംബന്ധിച്ചൊരു സംശയവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി അറിയിച്ചിരുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഇസ്ലാമിക് റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവ സംബന്ധിച്ചൊരു പേരിൽ വ്യക്തമായ രീതിയിൽ ചില വിദേശ പണവും മറ്റും ലഭിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി നിലവിൽ കേരളത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തും എന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരോട് തന്നെ തേടിയിട്ടുണ്ട്. പ്രജീഷ്, ഈ കാണാതായവരുടെ ദുരൂഹ സാഹചര്യത്തിലടക്കം കാണാതായ ആളുകളുടെ വിശദാംശങ്ങൾ ഇതൊക്കെയാണോ പ്രാഥമിക ഘട്ടത്തിൽ കേരളവുമായി ചേർന്നുകൊണ്ട് കേരളത്തിലെ രഹസ്യാന്വേഷണ ഏജൻസിയുമായി ചേർന്നുകൊണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ഒരു മുന്നോട്ട് പോകുന്നത്? അന്വേഷണം ഏത് രീതിയിലാണ്, എന്തൊക്കെയാണ്? കാരണം ഇവർ പോയത് സംബന്ധിച്ച് പാസ്പോർട്ട് ഇല്ലാത്ത ആളുകളുണ്ട്. മാത്രമല്ല തിരോധാനം സംഭവിച്ചിരിക്കുന്ന പല ആളുകളും അവരുടെ പൂർവ്വപശ്ചാത്തലം നോക്കുമ്പോൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾ. അതുകൊണ്ട് തന്നെ ഇവർ ഏത് രീതിയിൽ IS-ലേക്ക് എത്തപ്പെട്ടു, ഏത് ചാനൽ, എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസി പ്രാഥമികമായി തേടുന്നത്? നിലവിൽ പ്രതീക്ഷ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം രഹസ്യാന്വേഷണ ഏജൻസി അടക്കം നടത്തുന്നത് ചില പെൺകുട്ടികളെ മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ മതപരിവർത്തനവും തുടർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കും മറ്റും ആകർഷിക്കുന്ന രീതിയിലേക്കുള്ള നടപടികളും മറ്റും നടന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് കൂടുതലും വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രഹസ്യാന്വേഷണ ഏജൻസികൾ തേടിയത്. ഇതിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം നിലവിൽ ഇവർ ഇത് സംബന്ധിച്ച് ചർച്ചകളും തുടർന്ന് പഠനങ്ങളും നടത്തിയ ശേഷം ഇവർ തന്നെ ഒരു യോഗവും പോലെ ഒരു സംഘം രൂപീകരിച്ചിരുന്നു. ഈ സംഘത്തിൽ നിന്ന് ഇന്ന ആളുകളെയും മറ്റും വിവാഹം കഴിക്കണം എന്ന ഒരു നിർദ്ദേശവും നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള നിർദ്ദേശം പാലിക്കാനും ഒപ്പം ഇത് പ്രാവർത്തികമാക്കണം എന്നൊരു നിർദ്ദേശവും ലഭിച്ചതനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഈ പെൺകുട്ടികൾ പോലും നടത്തിയത് എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. നിലവിൽ ഈ പാലക്കാട് സ്വദേശി ബെക്സൺ ഒപ്പം ബെറ്റ്സൺ എന്നീ 2 പേരെ കേന്ദ്രീകരിച്ചും രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നുണ്ട്. ഇവരും മുംബൈയിൽ എത്തിയെന്നും ഒപ്പം സാക്കിർ നായിക് അടക്കമുള്ളവരുടെയും മറ്റും മത ക്ലാസുകളിലും മറ്റും പങ്കെടുത്തിരുന്നു എന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്.
നടത്തിയിട്ടുണ്ട്. തുടർന്ന് ബംഗളൂരുവിൽ എത്തുകയും ബംഗളൂരുവിലും ഇത്തരത്തിൽ ചില ക്ലാസുകളും മറ്റും നടത്തിയിരുന്നു. ഇതിനുശേഷം ഇവർ ശ്രീലങ്കയിലേക്ക് പോയി എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതയ്ക്കും മറ്റുമായി വിദേശകാര്യ മന്ത്രാലയവും മറ്റു വിദേശ സർക്കാരുകളോടും മറ്റുമായി ഇത് സംബന്ധിച്ചുള്ള വിശദീകരണവും തേടിയിട്ടുണ്ട്. നിലവിൽ ഇക്കാര്യത്തിൽ ഗൗരവമായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ കാണുന്നു. 19ഓളം മലയാളികൾ ഇത്തരത്തിൽ ബന്ധപ്പെടുന്നു. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും മറ്റും തേടുന്നതിനായി കൂടുതൽ വ്യക്തമായ അന്വേഷണം നടത്തുന്നതിനായും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി അടുത്ത ദിവസങ്ങളിലേക്ക് കേരളത്തിലേക്ക് എത്തും എന്ന സ്ഥിരീകരണവും ലഭിക്കുന്നുണ്ട്. പ്രജീഷ്, കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി കുട്ടൻ ചേരുന്നു. കുട്ടൻ, ഒളിവിൽ പോയ ഇജാസ് വടകരയിലടക്കം ജോലി ചെയ്യുന്നു. മാത്രമല്ല ആദ്യ FIR പോലും IS-മായി ബന്ധപ്പെട്ട് റിയാബിനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ FIR ഇട്ടത് കോഴിക്കോട് നിന്നാണ്. ഇത്തരത്തിൽ കൂടുതൽ ബന്ധങ്ങൾ IS-മായി ബന്ധപ്പെട്ട് ജില്ലയുടെ മേഖലയിൽ നിന്നും പാലക്കാട് നിന്നടക്കം മലബാർ മേഖലയിൽ നിന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടോ? രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ മേഖലയിൽ നടത്തിയ തിരച്ചിലിലൂടെയും അന്വേഷണങ്ങളിലൂടെയും ലഭിക്കുന്ന വിശദാംശങ്ങൾ. പ്രതീക്ഷ വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മലബാറിൽ പ്രത്യേകിച്ച് കാസർഗോഡ്, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ വടക്കൻ മേഖല ADGP-യെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹമാണ് ഈ അന്വേഷണത്തിന് മുഴുവൻ കോർഡിനേഷൻ നിർവഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പാലക്കാട്ടും അതുപോലെ തന്നെ കാസർഗോഡും ഇത് സംബന്ധിച്ച കേസുകളെടുത്ത് അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഈ കണ്ണിയുടെ IS-ലേക്ക് കേരളത്തിൽ നിന്നുള്ള യുവാക്കളെ, മലയാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കണ്ണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ വ്യക്തിയായ ഡോക്ടർ ഇജാസ്, അദ്ദേഹം വർക്ക് ചെയ്തത് വടകരയിലാണ്. വടകരയിലെ തിരുവള്ളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു ക്ലിനിക്കിലാണ് ഇജാസ് പ്രവർത്തിച്ചിരുന്നത്. ഇയാൾ മെയ് മാസം അവസാനമാണ് ഇവിടെ നിന്നും പോയത്. നേരത്തെ 1.5 വർഷം മുമ്പ് ഏതാണ്ട് 4 മാസം അദ്ദേഹം ഈ സ്വകാര്യ ആശുപത്രി എന്ന് പറയാൻ പറ്റില്ല, സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ നിന്നും ദുബായിലേക്ക് വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും പോയത്. പിന്നീട് ഈ വർഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റോടുകൂടി അദ്ദേഹം ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചെത്തി. പിന്നീട് ഈ വർഷം മെയ് അവസാനം, അതായത് 2 മാസങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ ഇജാസിനെ ഇവിടെ നിന്നും കാണാതാവുന്നത്. ഇജാസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഡോക്ടർ ഇജാസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പരിസരവാസികൾ അതുപോലെ തന്നെ ഈ ഇജാസുമായി ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ജനങ്ങളുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു, അല്ലെങ്കിൽ രോഗികളുമായി തന്നെ കാണാനെത്തുന്ന രോഗികളുമായൊക്കെ വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു. സൗമ്യമായ പെരുമാറ്റമാണ് എന്ന തരത്തിൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഇജാസിനുണ്ടായിരുന്നു എന്നാണ് ഈ പ്രദേശത്തുള്ളവർ പറയുന്നത്. ഒരുപക്ഷെ ഇത് ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഒരു മുഖമായിരിക്കാം. കാരണം ജനങ്ങളെ അല്ലെങ്കിൽ തന്നിലേക്ക് ആൾക്കാരെ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു ക്യാൻവാസിംഗ് സ്റ്റൈലായിരിക്കാം ഇത് എന്ന് നമുക്ക് ഇപ്പോൾ വിലയിരുത്തേണ്ടി വരും. ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ പരിസരങ്ങളിൽ തിരുവള്ളൂർ അതുപോലെ തന്നെ വടകരയുടെ വിവിധ മേഖലകളിൽ ഇജാസ് ബന്ധപ്പെട്ടു എന്ന് സംശയിക്കുന്നവരെ ഉൾപ്പെടെ ഇന്നലെ ചോദ്യം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ആശുപത്രിയിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ അബ്ദുൾ റാഷിദാണ്. ഈ IS റിക്രൂട്ട്മെന്റിലെ മറ്റൊരു പ്രധാന കണ്ണി എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. റാഷിദും അദ്ദേഹത്തിന്റെ ഭാര്യ സോണിയ സെബാസ്റ്റ്യനുമാണ്. കുട്ടൻ, ഈ പറയുന്ന ഇജാസോ അബ്ദുൾ റാഷിദ് അടക്കമുള്ള ആളുകൾ മുൻകൈയെടുത്ത് നടത്തിയ റിക്രൂട്ട്മെന്റിലേക്ക് ജില്ലയിൽ നിന്നും ഒരുപക്ഷെ എത്ര പേർ, കൂടുതൽ ആളുകൾ ഉണ്ടോ? തിരോധാനം ആരുടെയൊക്കെ സംഭവിച്ചിരിക്കുന്നു? ആരെയൊക്കെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാണാതായിട്ടുള്ളത്? ഇതൊക്കെ ഇന്റലിജൻസ് ഏജൻസിക്കോ രഹസ്യാന്വേഷണ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇതിനോടകം ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? എന്താണ് സ്ഥിരീകരിക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന വെല്ലുവിളികൾ? പ്രതീക്ഷ, കോഴിക്കോട് ജില്ല എടുത്ത് പരിശോധിച്ചാൽ അത്തരം ഒരു എണ്ണം ഉണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇന്നലെ വടകരയിൽ ഒരു എഞ്ചിനീയർ, അദ്ദേഹം ഇത്തരത്തിൽ IS-ൽ ചേർന്ന തരത്തിലുള്ള ഒരു ആശങ്ക ബന്ധുക്കൾ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ വിവരം ജില്ലാ പോലീസ് മേധാവിക്കോ റൂറൽ SPക്കോ തന്നെ ഉണ്ടായിരുന്നില്ല, അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിന്റെ ഒരു പരിശോധന, അത് സംബന്ധിച്ചുള്ള ഒരു നിജസ്ഥിതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്റലിജൻസ് വൃത്തങ്ങളടക്കം. ഇത് സംബന്ധിച്ചുള്ള ഒരു സാധ്യത, ഇത്തരത്തിൽ വടകരയിൽ നിന്നുള്ള എഞ്ചിനീയർ IS-ൽ ചേർന്നോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അയാളുടെ യാത്രാ കാര്യങ്ങൾ, അത്തരം വിശദാംശങ്ങളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെ ഇന്ന് മാത്രമേ അന്വേഷണ സംഘത്തിൽ
സംഘത്തിന് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അവരാരും വടകരയിലില്ല, അവർ തിരുവനന്തപുരത്തായിരുന്നു. അതിൽ ഒരു സഹോദരൻ ഇന്ന് വടകരയിലേക്ക് എത്തിയിട്ടുണ്ട്. അയാളെ പോലീസ് ഇത് സംബന്ധിച്ച് അയാളിൽ നിന്ന് മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റ് പ്രധാനമായും കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച്, കാസർഗോഡിലെ തൃക്കരിപ്പൂർ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ റിക്രൂട്ട്മെന്റ് നടന്നത്. അതിൽ ഈ 2 പെൺകുട്ടികൾ, അതായത് ഇജാസിന്റെ ഭാര്യ റാഹിലയാണ് ഇതിൽ നിമിഷയെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. റാഹിലയും നിമിഷയും പൊയിനാച്ചി എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ പൊയിനാച്ചി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെയുള്ള ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. അവിടെ നിന്നാണ് ഇവർ തമ്മിൽ അടുത്തത്. റാഫിലയും ഇജാസും കൂടിയാണ് നിമിഷയെ ഈ പാലക്കാട് സ്വദേശിക്ക് വിവാഹം കഴിച്ച് കൊടുത്തത്. ബെഡ്സൺ, അതായത് ബെഡ്സൺ എന്ന് പറയുന്ന ഇസക്ക് നിമിഷയെ പരിചയപ്പെടുത്തിയതും ഈ കല്യാണം നടത്തി കൊടുത്തതും റാഹില ഉൾപ്പെടെയുള്ള സംഘമാണ് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് റോയും അതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം കാസർഗോഡ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മംഗലാപുരത്തും ഇവർ നേരത്തെ IS ബന്ധം ആരോപിച്ച് സോഷ്യൽ മീഡിയ വഴി ഒക്കെയുള്ള പ്രചരണമൊക്കെ ആരോപിച്ചുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിരവധി പേരെ കരിപ്പൂർ വിമാനത്താവളം വഴി നാട്ടിലേക്കൊക്കെ ചില വ്യക്തികളെ കടത്തിവിട്ടിരുന്നു. ഇവരെയൊക്കെ തുടർന്ന് സംസ്ഥാന ഇന്റലിജൻസിന് അവരുടെയൊക്കെ തന്നെ വിശദാംശങ്ങൾ തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവരെ കേന്ദ്രീകരിച്ചൊക്കെയുള്ള ഇവരുടെ ഫോൺ കോളുകൾ സംബന്ധിച്ചും ഇവർ അതിനുശേഷം ഏതൊക്കെ മേഖലയിലാണ് ഇവരുടെ വാസസ്ഥലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടോ? അത് സംബന്ധിച്ച് പ്രജീഷ്, IS ബന്ധം സംശയിച്ചുകൊണ്ട് 11 പേരെയാണ് വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിൽ പോയവരാണ് ഇത്തരത്തിൽ ഈ ISന്റെ ആശയപ്രചാരണങ്ങളിൽ ആകൃഷ്ടരായി അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലടക്കം പ്രവർത്തിച്ചു എന്ന വിവരം ലഭിച്ചിരിക്കുന്നതും അവരെ ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൽ 11 പേരെ കേരളത്തിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. അതിലും മലബാറിലെ വിവിധ ജില്ലകളിലുള്ള ആൾക്കാരുണ്ട് എന്നാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ രഹസ്യ സ്വഭാവവും ഉള്ളതിനാൽ ഈ ആൾക്കാരുടെ പേര് മറ്റ് വിശദാംശങ്ങൾ കൂടി, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ തേടുക. വളരെ വേഗം നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്തണം ഇടവേളയ്ക്ക് ശേഷം. IS ഭീകരതയ്ക്ക് കുടപിടിച്ച് കേരളവും അന്വേഷണ ഏജൻസികൾ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. കേരളത്തിലെ യുവാക്കളുടെ IS ബന്ധം സംബന്ധിച്ച് NIA ദില്ലി ഘടകം അന്വേഷണം ഏറ്റെടുത്തേക്കും. ഇക്കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകും. സംസ്ഥാനത്തിൻ്റെ അനുമതി തേടിയതായി സൂചനയുണ്ട്. വിശദാംശങ്ങൾ ജീവൻ കുമാർ നൽകും. ജീവൻ, വളരെ ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണോ? ഒട്ടേറെ സ്ഥിരീകരിച്ചില്ലെങ്കിൽ കൂടിയും അതിലേക്ക് എത്തക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ ഒക്കെ ലഭിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണോ NIAക്ക് കേസ് ഇപ്പോൾ വിടാൻ ഉദ്ദേശിക്കുന്നത്? ഇത് സംബന്ധിച്ചുള്ള വിവരം തേടൽ എങ്ങനെയാണ്? പ്രജീഷ്, ഇതിൻ്റെ അകത്ത് 2 സാധ്യതകളാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇത് സംബന്ധിച്ച് നിലവിൽ ഒരു കേസ് ഓൾറെഡി NIAയുടെ ദില്ലി ഘടകം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹൈദരാബാദിലും മറ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കാണാതാവുന്നവർ ISൽ ചേർന്നതായിട്ടുള്ള കേസുകൾ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് NIAയുടെ ദില്ലി ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നിലവിൽ അന്വേഷണ ഏജൻസിയായ NIA തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരഭിപ്രായം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനോട് അനുഭാവപൂർവ്വം തന്നെയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പും പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കാണാതായിരിക്കുന്നവരിൽ കാസർഗോഡ് നിന്നും കാണാതായിരിക്കുന്നവർ ISൽ ചേർന്നതായിട്ടുള്ള ഒരു സ്ഥിരീകരണം കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കാണാതായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കേസ് അന്വേഷിക്കുന്ന NIAയുടെ ദില്ലി ഘടകം തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യട്ടെ എന്ന ഒരു ധാരണയിലേക്ക് പൊതുവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിപ്പോൾ ഒരു സ്ഥിരീകരണമായിട്ടുണ്ട് എന്ന് പറയാനാവില്ല. കാരണം റോയ് എന്ന രഹസ്യാന്വേഷണ ഏജൻസിക്കായിരുന്നു ആദ്യം ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. രാജ്യത്തിന് പുറത്തും നടക്കുന്ന സ്പൈ വർക്കുകൾ ഏകോപിപ്പിക്കുന്ന ഏജൻസി എന്ന തരത്തിൽ റോയ്ക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ആദ്യഘട്ടമായി അവർ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിനും തുടർന്ന് IBക്കും കൈമാറുകയായിരുന്നു. IBയുടെയും റോയുടെയും പരിശോധനയുടെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ നിന്നാണ് ഈ രൂപത്തിൽ ഒരു
ഒരു നിർദ്ദേശം പുറത്തു വന്നത്. തുടർന്നാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത്. സമാന്തരമായി തന്നെ NIA-യുടെ കേരളത്തിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥർ ഹൈദരാബാദിലെത്തി നേരത്തെ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. മടങ്ങിയെത്താം. ഇപ്പോൾ ഒ അബ്ദുള്ള, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, നിരീക്ഷകൻ, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഒ അബ്ദുള്ള, വലിയ തോതിൽ ഞെട്ടൽ ഉളവാക്കുന്ന വാർത്തകളാണോ ദിനംപ്രതി IS-മായി ബന്ധപ്പെട്ട് കേരളത്തിലെ യുവാക്കളുടെ ബന്ധം സംബന്ധിച്ചൊക്കെ പുറത്തേക്ക് വരുന്നത്? വലിയ തോതിലുള്ള ഒരു മേധാവിത്വം IS ഇസ്ലാമിക് സ്റ്റേറ്റ്സിന് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഗുരുതരമല്ലേ? മേധാവിത്വം എന്നൊന്നും പറയണ്ട. നമ്മൾ ഏതായാലും അവർക്ക് ഇങ്ങോട്ട് നുഴഞ്ഞു കയറാൻ കഴിയുന്നു എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കേരളത്തെ പോലത്തെ പ്രബുദ്ധമായ സംസ്ഥാനത്ത് അതേപോലെ മതപരമായ പ്രവർത്തനങ്ങൾ ഈ ഗൾഫ് നാടുകളിലൊക്കെ ഈ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യവും മറ്റും വളരെ വളരെ പരിമിതമായതുകൊണ്ട് മതത്തിന്റെ അവിടുത്തെ ഭരണകൂടങ്ങളോട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പല കാരണങ്ങളാൽ അമർഷമുള്ളത് കൊണ്ടും അവര് പെട്ടെന്ന് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വ്യതിചലിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളം മുതലായ ഒരു തുറന്ന സമൂഹത്തില് മതപരമായ എല്ലാ കാര്യങ്ങൾക്കും വളരെ തുറന്ന ഒരു വേദി ഉണ്ടായിരിക്കും. ഇത്തരം നിഗൂഢമായ ഒരു നിലക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത, നിർവചിക്കാൻ കഴിയാത്ത ഒരു അബദ്ധത്തിലേക്ക്, അതായത് ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുന്ന സ്വർഗത്തിൽ എന്നാണ് അവർ പറഞ്ഞത്. നരകത്തിന് നടുവിൽ സ്വർഗം ഉണ്ടാവില്ല. കാരണം അവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ചാനലുകളിലൂടെ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ കബന്ധങ്ങൾ കണ്ട് വാഹനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ, മനുഷ്യന്റെ ചെറിയ ശരീരഭാഗങ്ങൾ, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയും അങ്ങനെ ആഴിയിലും മറ്റും ചെന്ന് വീണ് മരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥ. പക്ഷേ ശ്രീ ഒ അബ്ദുള്ള, താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രബുദ്ധമായ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടൊക്കെ ഔന്നത്യം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇവിടെ ഡോക്ടർ ഇജാസ് കോഴിക്കോട് നിന്ന് ഞാൻ പറയട്ടെ ആ ഡോക്ടർ ഇജാസ് പോലെയുള്ള വളരെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ അവർ വിശുദ്ധ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ദൈവത്തിന്റെ നാട്ടിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന രീതിയിൽ ട്വീറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കൂടുതൽ പേരെ ആകർഷിക്കാനുള്ള വളരെ ട്രെയിനിങ് നേടുന്നുണ്ടെങ്കിൽ അത് അപകടകരമായ ഒരു പ്രവണത. അത് നമ്മുടെ കേരളത്തിന് താങ്കൾ സൂചിപ്പിച്ച ആ പ്രബുദ്ധതയ്ക്ക് അതായത് അതൊരു നരകമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള സങ്കല്പം പോലും അബദ്ധമാണ്. താങ്കൾ പറയുന്നതായ ഈ വിദ്യാസമ്പന്നം എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, എന്റെ മക്കളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ഉണ്ട് ഡോക്ടർമാരൊക്കെ. പക്ഷെ അവര് പഠിക്കുന്ന ഒരു വിഷയം മാത്രമാണ് മെഡിസിൻ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് അറിയാമെന്നല്ലാതെ പൊതുബോധം വളരെ കുറവാണ് ഈ പ്രൊഫഷണൽ വിഭാഗങ്ങളിൽ. അവരെ ഒട്ടും വില കുറച്ച് കാണിക്കല്ല. നമ്മളെ കുടുംബത്തിലൊക്കെ ധാരാളം ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. അതോടൊപ്പം എനിക്കറിയാം അവരോട് വിവരക്കിടും അതിന്റെ ആഴം. നീക്കൻ നായനാർ മന്ത്രിസഭ ഇവരെയൊക്കെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു, അവർ അങ്ങ് ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച ആൾക്കാർ അവരുടെ കൂട്ടത്തിൽ ഞാനൊക്കെ അതുമായിട്ട് ഏറ്റുമുട്ടലുണ്ട് പലപ്പോഴും. അതുകൊണ്ട് അവർ വലിയ പൗരബോധമുള്ളവരാണെന്നോ മതബോധമുള്ളവരാണെന്നുള്ള കാര്യം അംഗീകരിക്കാൻ പറ്റില്ല. രണ്ട്, ഒരു ആത്മീയമായ ഒരു വ്യഗ്രത, ആത്മീയമായ ഒരു സാഹിത്യം നേടാനുള്ളതായ ഒരു തൃഷ്ണ, ഇത് മനുഷ്യ മനസ്സിലുണ്ടാവാനുള്ള സാധ്യത അവർ ഡോക്ടർ ആയതുകൊണ്ടോ എഞ്ചിനീയർ ആയതുകൊണ്ടോ അല്ലെ പ്രൊഫഷണലുകൾ ആയതുകൊണ്ടോ ഇല്ലാതാവുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു മിഥ്യയാണ്. ദൗല ഇസ്ലാമിയ എന്ന് പറയുന്ന IS എന്ന് പറയുന്ന സങ്കല്പം പൂർണ്ണമായും അനിസ്ലാമികമാണ്. അതിനെപ്പറ്റി വിശദീകരിക്കാൻ സമയം ഉണ്ടാവില്ല ഇതുപോലത്തെ ഒരു ബൈറ്റിൽ. രണ്ടാമത്തെ കാര്യം, അത് അവരിങ്ങനെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 1/3 അവർ ചുരുങ്ങിയിരിക്കുന്നു. ഫലൂജ നഷ്ടപ്പെട്ടതോടുകൂടി അവരുടെ നിലനിൽപ്പ് തന്നെ അബദ്ധ. ഈ സന്ദർഭത്തിൽ ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എന്തോ ചിലത് വളരെ നിഗൂഢമായി അങ്ങോട്ടാണോ അവർ പോയത്? മൂന്നാമത്തെ കാര്യം, ഇവർ പോകുമ്പോൾ സ്വന്തം ഭാര്യമാർ, ഗർഭിണികളായ ഭാര്യമാരെ യുദ്ധത്തിന് പോകുമ്പോൾ അവരെ കൊണ്ടുപോകും. നമ്മൾ പ്രകടനത്തിന് കൊണ്ടുപോകും. കേരളത്തിലാണല്ലോ അവരുണ്ടായത്. പ്രകടനം നടത്താൻ പോകുമ്പോൾ പ്രഗ്നന്റ് ആയ ഭാര്യനെ കൊണ്ട് ആരോ പോവാറുണ്ടോ? അപ്പൊ 3 സ്ത്രീകൾ പ്രഗ്നന്റ് ആണ്. അതിൽ ഒന്നൊരു ഇൻഫാന്റ് ഉണ്ട്, ഒന്നിന്റെ കയ്യിൽ 6 കുട്ടികൾ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംഗതി വളരെ, അതോടൊപ്പം മറ്റോ കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് വിലയിരുത്തിയിട്ടാണ് അവർ നിഗമനത്തിലെത്തുമെങ്കിൽ നമ്മളതിനെ ചോദ്യം ചെയ്യുന്നില്ല. നമ്മളതിന് ഈ പറയുന്നത് വിഡ്ഢിത്തത്തിനൊരു എന്താ പറയാ, അതിന് കിരീടം വെച്ചതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൗല ഇസ്ലാമിയ എന്ന് പറയുന്ന മിഥ്യ. ആ മിഥ്യക്ക് ഇസ്ലാമികമായി യാതൊരു അടിസ്ഥാനവുമില്ല. നിങ്ങളെല്ലാം കൂടി ഇവിടെ ഒരു രാഷ്ട്രമാവണമെന്നും എല്ലാ മുസ്ലിങ്ങളും അവിടെ വരണമെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകന്റെ കാലത്ത് തന്നെ ഇതര ഭരണകൂടങ്ങളുമായി അദ്ദേഹം കത്തിടപാട് നടത്തുകയും അവരെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തല്ലാതെ അവരുടെ ഭരണകൂടങ്ങളെ തട്ടി നീക്കിയിട്ടില്ല.
മൂന്നാമത്തെ ഖലീഫ ആയപ്പോൾ തന്നെ മറ്റ് ഭരണകൂടങ്ങൾ ഉണ്ടാവാനുള്ള ശ്രമം നടന്നു. അലി നാലാമത്തെ ഖലീഫ ആയപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ മുആവിയ മറ്റൊരു ഭരണകൂടം ഈ ഡമാസ്കസ് കേന്ദ്രമാക്കി ഉണ്ടായി. പിന്നെ അമവിയ അബ്ബാസിയ കാലഘട്ടങ്ങളിലൊക്കെ ഒന്നിലധികം പിന്നെ ഫാത്തിമിയാക്കൾ വന്നു. നിരവധി ഭരണകൂടങ്ങളിലൂടെയാണ് ഇസ്ലാമിക ചരിത്രം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. വളരെ വ്യക്തമാണ് ശ്രീ ഒ അബ്ദുള്ള. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നിർവചനങ്ങൾ നൽകാൻ അല്ലെങ്കിൽ നിർവചനങ്ങളിലൂടെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയാത്ത വിധം അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് IS ബന്ധം യുവാക്കളുടെ കേരളത്തിൽ നിന്നുള്ള യുവാക്കളുടെ IS ബന്ധം കടന്നു പോകുന്നത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ശ്രീ ഒ അബ്ദുള്ള കൂടി പറഞ്ഞു വെച്ചത്.